അപ്പം അതിനുള്ള മുഴുവൻ ഫണ്ടും പൈസ ഉണ്ടാവും അല്ലേ? എനിക്കായി കരുതുന്നവൻ, ഹാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷയുടെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിക്കൊണ്ട്, പരീക്ഷയുടെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിക്കൊണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ കയറി ഒരു അനുഗ്രഹപ്രദമായിരിക്കുന്നത് ഒരിക്കലും കിട്ടാതിരിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി ഇപ്പം ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ, ഞാൻ ആളെ കണ്ടില്ലായിരുന്നു. പക്ഷെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ ട്രസ്റ്റിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏതാണ്ട് 7 വർഷക്കാലം ആയിട്ട് നമ്മൾ ഓൾഡ് ഏജ് ഹോം സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ചാരിറ്റി, അതേപോലെ തന്നെ വിവിധങ്ങളായിരിക്കുന്ന ഹോസ്പിറ്റൽ ശുശ്രൂഷ, അന്നദാന ശുശ്രൂഷ, തെരുവുകളിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണൂല, ചിലപ്പോ നമ്മുടെ ഇടവകയിലുള്ള ദേവാലയങ്ങൾ മുഖേന ഏറ്റവും സന്തോഷകരമായ അച്ഛൻ പറഞ്ഞ പോലെ ഒരു ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ദിനത്തിലെ അദ്ദേഹം നമുക്ക് സമൂഹത്തിന് നൽകിയ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സമയമാണിത്. അത് പിന്തുടർന്ന് പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ച പോലെ ഏറ്റവും കോവിഡിൻ്റെ സമയത്താണ് ഇതിന് തുടക്കം കുറിച്ചത്. ഒരു പേര് പെരുമയെടുക്കാനല്ല ഇത് ചെയ്തേക്കണേ എന്നുള്ള കാര്യം മനസ്സിലായത്. ഞങ്ങളൊക്കെ ഇത് ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഞാനൊക്കെ കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഒരു പേരിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല എന്നുള്ളത് കാര്യം നമുക്ക് മനസ്സിലായി. ഇവിടെ പറഞ്ഞു, ഇവിടെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒക്കെ ഏറ്റവും വലിയ ഒന്നും നമുക്ക് പറയാൻ പറ്റാത്തൊക്കെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുക. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ്. ഭക്ഷണം കഴിക്കാതെ ഒന്നും ആർക്കും മുന്നോട്ട് പോകാൻ പറ്റൂല. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഭക്ഷണം കഴിക്കാതെ ഒക്കെ ഇരിക്കുന്നുള്ളൂ. ഈ സ്ഥാപനം ഇത്രയോ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ നല്ല വാക്കുകൾ ഒത്തിരി സന്തോഷം തരുന്നതാണ്. അദ്ദേഹത്തോട് ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ സ്ഥാപനം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ വേണ്ട പഞ്ചായത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പലരും അവഗണിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ആ അവസ്ഥയിൽ പഞ്ചായത്തിൽ നിന്ന് നൽകേണ്ടതായ ആ സഹായങ്ങൾ സമയാസമയങ്ങളിൽ ബുദ്ധിമുട്ടിക്കാതെ ഇത് തരികയാണെങ്കിൽ ഒത്തിരി ഞങ്ങൾക്ക് ഭംഗിയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. 2017 പ്രവർത്തനം ആരംഭിച്ച ഈ ബെസ്സേദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ന് 7ാം വർഷത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ഈ ഒരു പുതിയ സംരംഭം നിവർത്തിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ പെർമാടം കസീമോൻ തേരായുടെ ആഭിമുഖ്യത്തിൽ ഈ കോവിഡ് കാലത്ത് 25 പേർക്കാണ് ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് 2023 വരെയും അനുഗ്രഹകരമായിട്ട് നിറവേറ്റുവാനായിട്ട് ദൈവം കൃപ തന്നു. ഇവിടെ പറഞ്ഞു ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയ നാളു മുതൽ ഇവിടെ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഓരോ പരിപാടികൾ നടക്കുമ്പോഴും ചാച്ചൻ എന്നെ വിളിക്കാറുണ്ട്. ഓരോ പരിപാടികളിലും വന്ന് പങ്കെടുക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഓരോ വർഷം ചെല്ലുന്തോറും പുരോഗമനം തന്നെയാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ചാച്ചൻ്റെയും ആൻറ്റിയുടെയും ഒക്കെ ഈ ഒരു നല്ല മനസ്സ് എന്ന് വെച്ചാൽ ആരോരും ഇല്ലാത്തവർ നോക്കുവാനുള്ള ആ ഒരു നല്ല മനസ്സ്, അതാണ് ഏറ്റവും എല്ലാവർക്കും തന്നെ അതാണ് വേണ്ടത്. പിന്നെ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ക്രിസ്മസിനോട് അടുത്ത് വരുന്ന ഈ സന്ദർഭത്തിൽ സന്തോഷകരമായി ഒരു
നല്ല ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റായിട്ടിരിക്കുന്ന വിൽസൺ, അതുപോലെ തന്നെ വിൽസൻ്റെ കുടുംബമുണ്ട്, പ്രത്യേകിച്ച് റീന, അതുപോലെ സിസ്റ്റർ ലയ, പിന്നെ വാർഡ് മെമ്പർ. നേരെ നോക്കി ഇച്ചിരി മാറി വിളിച്ചും ചേട്ടൻ. ഒന്നും കൂടെ നോക്കിയാലേ. അടുത്ത 4-ാം വാർഡ് അടുത്ത പേര് വായിച്ചു.